ഹായ് ഓൾ. അപ്പോൾ നിങ്ങളെല്ലാവരും JEE മെയിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ JEE മെയിൻ്റെ ഫസ്റ്റ് ഫേസിന് മുന്നോടിയായിട്ടുള്ള നമ്മുടെ മൂന്നാമത്തെ GIB എക്സാം ഡിസംബർ 1-ാം തീയതിയാണ് നടക്കുന്നത്. സോ ഇത്തവണത്തെ നമ്മുടെ GIB എക്സാം നമ്മുടെ JEE മെയിൻ്റെ ലേറ്റസ്റ്റ് പാറ്റേൺ അനുസരിച്ച് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും റിയലൈസ് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം സെക്ഷൻ എയിൽ 20 ക്വസ്റ്റ്യൻസും സെക്ഷൻ ബിയിൽ 5 ക്വസ്റ്റ്യൻസുമാണ് നമ്മുടെ അപ്ഡേറ്റഡ് പാറ്റേൺ അനുസരിച്ച് ഉണ്ടാവുന്നത്. സോ ഇങ്ങനെ എക്സാം എഴുതുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരെ എക്സാം എഴുതിക്കൊണ്ടിരുന്നതിൽ നിന്നും ചെറിയ വ്യത്യാസം ഉള്ളത് കൊണ്ട് നിങ്ങൾ ടൈം മാനേജ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ സെലക്ഷൻ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ തിരിച്ചറിവ് നമ്മുടെ റിയൽ ആയിട്ടുള്ള JEE എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. സോ അപ്പോൾ നമ്മുടെ GIB എക്സാമിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമുക്കൊന്ന് നോക്കാം. സോ ഫിസിക്സിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ് ഫസ്റ്റ് വരുന്ന ചാപ്റ്റർ. ദെൻ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, ദെൻ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, ഗ്രാവിറ്റേഷൻ, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മുടെ ഫിസിക്സിൽ വരുന്നത്. ഇനി നമുക്ക് കെമിസ്ട്രിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് നോക്കാം. കെമിസ്ട്രിയിൽ ആദ്യം വരുന്നത് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആണ്. ദെൻ സ്ട്രക്ചർ ഓഫ് ആറ്റംസ്, സൊല്യൂഷൻസ്, chemical kinetics, redox reactions, electrochemistry, thermodynamics, equilibrium, then chemical bonding and molecular structures. ഇനി മാത്തമാറ്റിക്സിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാത്സിൽ വരുന്നത് ഫണ്ടമെന്റൽസ്, ദെൻ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്, ഫങ്ഷൻസ്, ഇക്വേഷൻസ് ആൻഡ് ഇൻഇക്വാളിറ്റീസ്, ട്രിഗ്നോമെട്രി, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്, സ്ട്രെയിറ്റ് ലൈൻസ്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസ്, ബൈനോമിയൽ തിയറം ആൻഡ് കോണിക് സെക്ഷൻ. സോ ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് എക്സാമിന് ഉണ്ടാകുന്നത്. സോ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. സോ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. കാരണം ഇതിൽ വരുന്ന മിസ്റ്റേക്കുകൾ എല്ലാം നിങ്ങൾ തിരുത്തി വേണം റിയൽ ആയിട്ടുള്ള നിങ്ങളുടെ JEE എക്സാം എഴുതാൻ പോകാനായിട്ട്. സോ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.